ഇന്ത്യ പാക് അതിർത്തി മേഖലകൾ യുദ്ധസമാനമാണ്. ഇന്ന് പുലർച്ചെയും ജമ്മുവിനെ ലക്ഷ്യമാക്കി പാകിസ്ഥാൻ ഡ്രോണുകൾ അയച്ചു. ഇന്നലെ രാത്രി 2 മണിക്കൂറോളം നീണ്ട പ്രകോപനത്തിന് ശേഷമാണ് ഇന്ന് പുലർച്ചെ വീണ്ടും പാകിസ്ഥാൻ കൈവിട്ട കളിക്കൊരുങ്ങിയത്. ഡ്രോണുകൾ ഇന്ത്യ വെടിവെച്ചിട്ടു. അതിർത്തി പ്രദേശം ഇപ്പോഴും ബ്ലാക്ക് ഔട്ടിൽ ആണ്. ഇന്നലെ ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണത്തിൽ പാകിസ്ഥാൻ വിറച്ചിരുന്നു. ഇസ്ലാമാബാദിലേക്കും കറാച്ചിയിലേക്കും റാവൽപിണ്ടിയിലേക്കും അടക്കം ഇന്ത്യ കനത്ത ആക്രമണം ആണ് നടത്തിയത്. കറാച്ചി കത്തിച്ചാമ്പലായ സ്ഥിതിയിലായി. എന്നിട്ടും അടിയിരന്നു വാങ്ങുന്ന പ്രകോപനമാണ് പാകിസ്ഥാൻ തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. അതിർത്തിയിലൂടെ വ്യാപകമായി നുഴഞ്ഞു കയറാനും പാകിസ്ഥാൻ ഭീകരരുടെ ശ്രമം തുടരുന്നുണ്ട്. ഇതും സൈന്യം കരുതലോടെയാണ് തകർത്തത്. ഇന്ത്യ അതിർത്തിയിൽ ഭീകരരെ വധിച്ചതായ വാർത്തകളും ഇന്നലെ അർദ്ധരാത്രിയോടെ പുറത്തു വന്നിരുന്നു. ഉറിയിൽ ഇന്ത്യ സേനാ നീക്കം തുടരുന്നുണ്ട്. രാവിലെ വിദേശകാര്യ മന്ത്രാലയം വാർത്താ സമ്മേളനം നടത്തുന്നുണ്ട്. 3 സേനകളുടെയും മേധാവിമാരെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് രാവിലെ കൂടിക്കാഴ്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. ER രാഗേഷാണ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നത്. രാഗേഷ്, ഇന്നലെ രാത്രി എന്താണ് ഇന്ത്യയുടെ സൈനിക ശക്തി എന്ന് പാകിസ്ഥാൻ അറിഞ്ഞിരുന്നു. പക്ഷേ ഇന്നും പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് പ്രകോപനമുണ്ടാകുന്നു. പിടിച്ചു നിൽക്കേണ്ടത് പാകിസ്ഥാന്റെ ആവശ്യമാണ്. തീവ്രവാദ ശക്തികളെ ഉന്മൂലനം ചെയ്ത പശ്ചാത്തലത്തിൽ അവരെ ബോധിപ്പിക്കാനെങ്കിലും എന്തെങ്കിലും ചെയ്തേ പറ്റൂ പാകിസ്ഥാന്. അതല്ലേ ഇപ്പോൾ ഈ അതിർത്തിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്? അതെ അഭിലാഷ്, പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് പ്രകോപനം തുടരുകയാണ്. കാരണം ഇന്ത്യ തിരിച്ചടിയാണ് നൽകിയത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പാണ് ഓപ്പറേഷൻ സിന്ദൂർ തുടക്കമിട്ടത്. അത് ഭീകര താവളങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു. അത് പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും ഭീകര താവളങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ഇന്ത്യയുടെ ആക്രമണം. പക്ഷേ അതിനുശേഷം ഇന്ത്യ ഭീകര താവളങ്ങളാണ് ലക്ഷ്യമിട്ടതെങ്കിൽ തിരിച്ച് പാകിസ്ഥാനെ ചൂണ്ടിക്കാണിക്കാൻ ഒന്നുമില്ല. കാരണം ഇന്ത്യയിൽ ഭീകര താവളങ്ങളില്ല. പകരം സൈനിക താവളങ്ങളാണ് പാകിസ്ഥാൻ ലക്ഷ്യം വെച്ചത്. ഏതാണ്ട് ജമ്മു കശ്മീർ മുതൽ ഗുജറാത്ത് വരെയുള്ള ഏതാണ്ട് 5 സംസ്ഥാനങ്ങളിൽ എന്ന് പറയാം, ഹരിയാനയിലെ ആദംപൂർ അടക്കമുള്ള മിലിറ്ററി സ്റ്റേഷനുകൾ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണമാണ് അന്ന് രാത്രി, അതായത് മിനിഞ്ഞാന്ന് രാത്രി പാകിസ്ഥാൻ നടത്തിയത്. അതെല്ലാം തന്നെ ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനം തകർത്തു. അതിനുശേഷം അതിന് മറുപടി എന്നോണം ഇന്ത്യ തിരിച്ചടി നൽകി. അങ്ങനെയാണ് ലാഹോറിലൊക്കെ തന്നെ അവരുടെ സംവിധാനങ്ങളെ തകർത്ത് മുന്നേറാൻ ഇന്ത്യക്ക് സാധിച്ചത്. പക്ഷേ അതിനുശേഷവും അവസാനിപ്പിക്കാനില്ല എന്ന് പാകിസ്ഥാൻ ആവർത്തിക്കുകയാണ്. അതിൻ്റെ തുടർച്ചയായാണ് ഇന്നലെ രാത്രി ഏതാണ്ട് 8:30യോടുകൂടി പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് പ്രകോപനം തുടർന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ പ്രകടമായിരുന്നു. ജമ്മുവിൻ്റെ ആകാശത്ത് മിസൈലുകൾ, ഡ്രോണുകളൊക്കെ തന്നെ വരുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. അതെല്ലാം ചെറുക്കാൻ ഇന്ത്യയുടെ സേനയുടെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് സാധിച്ചു. കശ്മീരിൽ മാത്രമല്ല, പഞ്ചാബിൽ പഠാൻകോട്ട്, അമൃത്സർ, ഒപ്പം തന്നെ താഴേക്ക് വന്നാൽ ശ്രീഗംഗാനഗർ, രാജസ്ഥാനിലെ ശ്രീഗംഗാനഗർ, ഗുജറാത്തിലെ ഭുജ് തുടങ്ങി എല്ലാ മേഖലകളിലും ഒരേ സമയം ഇത്തരത്തിൽ ആക്രമണ പദ്ധതിയിട്ടു പാകിസ്ഥാൻ. പക്ഷേ അതെല്ലാം തന്നെ പ്രതിരോധിക്കാൻ സേനയ്ക്ക് സാധിച്ചു. നിയന്ത്രണ രേഖയിലും സമാനമായ രീതിയിൽ അഗ്നൂർ സെക്ടറിലടക്കം ഈ ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമണത്തിന് നീക്കം നടന്നു പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന്. അതിനെ എല്ലാം തന്നെ ചെറുത്തു തോൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ അതിനുശേഷം ഏതാണ്ട് 2 മണിക്കൂറിന് ശേഷം 10:30യോടുകൂടിയാണ് ഇന്ത്യ പ്രത്യാക്രമണം തുടങ്ങിയത്. പ്രധാനപ്പെട്ട നഗരങ്ങൾ സിയാൽകോട്ട്, ഒപ്പം തന്നെ റാവൽപിണ്ടി, കറാച്ചി തുടങ്ങിയ ഇടങ്ങളിലൊക്കെ തന്നെ ഇന്ത്യ ലക്ഷ്യം വെച്ചു. സൈനിക താവളങ്ങൾ തന്നെയാണ് ഇന്ത്യ ലക്ഷ്യം വെച്ചതെന്ന് തന്നെ പറയാം. പക്ഷേ എവിടെയൊക്കെ ഏതൊക്കെ തരത്തിൽ ആക്രമണത്തിന്റെ വ്യാപ്തി തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ ഇനിയും അറിയേണ്ടതുണ്ട്. അക്കാര്യം പുറത്തു വരേണ്ടതുണ്ട്. സൈന്യം തിരിച്ചടി നൽകിയെന്ന കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ ഏതൊക്കെ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചു എന്ന് വ്യക്തമാക്കിയിട്ടില്ല. തീർച്ചയായും അത് സൈനിക താവളങ്ങൾ ലക്ഷ്യം വയ്ക്കുമ്പോൾ സൈനിക കേന്ദ്രങ്ങൾ തന്നെയായിരിക്കും ഇന്ത്യയെ ലക്ഷ്യം വെച്ചത്. കാരണം ഇന്ത്യ ആദ്യം മുതൽ ഉറപ്പിച്ചു പറയുന്ന ഒരു പ്രധാനപ്പെട്ട നിലപാടുണ്ട്. സാധാരണക്കാരെ അല്ലെങ്കിൽ ജനവാസ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെക്കുന്നില്ല, പകരം ഭീകര താവളങ്ങളെയാണ് ലക്ഷ്യം വെക്കുന്നത്. മാത്രവുമല്ല, പാകിസ്ഥാൻ പ്രകോപനം തുടർന്നാൽ അതേ തിരിച്ചടി ഉണ്ടാകുമെന്നാണ്. അപ്പോൾ സൈനിക താവളങ്ങളെ ലക്ഷ്യം വയ്ക്കുമ്പോൾ തിരിച്ചും അത്തരമൊരു ആക്രമണമായിരിക്കാം ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഇന്നലെ ഉണ്ടായിട്ടുണ്ടാവുക. പക്ഷേ അതിനുശേഷവും പാകിസ്ഥാൻ നിർത്തുന്നില്ല. ഇന്ന് രാവിലെ ഏതാണ്ട് 4:15 പാകിസ്ഥാന്റെ ഭാഗത്ത് വീണ്ടും ഡ്രോണുകൾ അയക്കുന്ന നടപടിയിലേക്ക് കടന്നത്. ഏതാണ്ട് 15 മിനിറ്റ് നേരം ജമ്മുവിന്റെ ആകാശത്ത് ഡ്രോണുകൾ കണ്ടിരുന്നു. അതിനെയും തുരത്താൻ സൈന്യത്തിന് സാധിച്ചു. പക്ഷേ ഇന്നലെ രാത്രി മുതൽ വലിയ സംഘർഷം നടക്കുന്ന മേഖല എന്ന് പറയുന്നത് നിയന്ത്രണ രേഖയാണ്. അത് അന്താരാഷ്ട്ര അതിർത്തിയാകട്ടെ, നിയന്ത്രണ രേഖയാകട്ടെ, ഇവിടെയൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ആക്രമണം നടക്കുന്നുണ്ട് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന്. പ്രത്യേകിച്ച് ജമ്മു മേഖലയിലെ രജൌരി മുതൽ വടക്കൻ കശ്മീരിലെ കുപ്വാരയും ബാരാമുള്ള വരെയുള്ള മേഖലകളിലൊക്കെ തന്നെ സൈനിക പോസ്റ്റുകൾക്ക് നേരെ, അതിനപ്പുറം ജനവാസ കേന്ദ്രങ്ങൾക്ക് നേരെയൊക്കെ തന്നെ ആക്രമണം നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ 16 പേരാണ് കൊല്ലപ്പെട്ടതെങ്കിൽ ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമായി നടത്തിയ ആക്രമണത്തിൽ 2 പേർ
കൊല്ലപ്പെട്ടിരിക്കുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദുഃഖകരമായ കാര്യം. കാരണം ഒന്ന് ഉറിയിലാണെങ്കിൽ മറ്റൊന്ന് പൂഞ്ചിലാണ്. ഉറി സെക്ടർ എന്ന് പറയുന്നത് ബാരാമുള്ള ജില്ലയോട് ചേർന്ന് കിടക്കുന്ന ബാരാമുള്ള ജില്ലയുടെ ഒരു ഭാഗമാണ്. അവിടെ റസേർ വാനി എന്ന പ്രദേശത്ത്, അത് LOCയോട് ചേർന്ന് കിടക്കുന്ന മേഖലയാണ്. അവിടെ ഉണ്ടായിരുന്ന കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ആക്രമണം ഉണ്ടായപ്പോൾ ബങ്കറിൽ അഭയം തേടിയ ഒരു സ്ത്രീയാണ് കൊല്ലപ്പെട്ടത്. അവർക്കൊപ്പം മറ്റ് 6 പേർ, 2 കുട്ടികളുമടക്കം സ്ത്രീകളുമടക്കം 6 പേരുണ്ടായിരുന്നു. അവർ ബങ്കറുകളിൽ നിന്ന് കുറച്ചുകൂടി സുരക്ഷിത സ്ഥാനമുള്ള നിലയിൽ ബാരാമുള്ളയിലെ ബന്ധുക്കളുടെ ബന്ധു വീട്ടിലേക്ക് പോകാനായി വാഹനത്തിൽ യാത്ര തിരിച്ചായിരുന്നു. സ്കോർപിയോ വാനിൽ അവർ പോകുമ്പോൾ ആ വാഹനത്തിന് നേരെ ഷെല്ല് പതിക്കുകയായിരുന്നു. അതിൻ്റെ ഡോറിൽ മറ്റും, ആ വാഹനത്തിന്റെ ഡോറിൽ മറ്റും ഷെല്ലുകൾ പതിച്ചിരിക്കുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ കാണാം. അത്രമേൽ വലിയ ആക്രമണം, ജനവാസ കേന്ദ്രങ്ങളിലേക്ക് നേരെ ആക്രമണം പതിവാക്കിയിരിക്കുകയാണ് പാകിസ്ഥാൻ. ഏതായാലും നർഗീസ് ബീഗം എന്നാണ് അവരുടെ പേര്. അവർക്കൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരു യുവതി ഹഫീസ, അവർക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അവർ ആ ദൃശ്യങ്ങളിൽ വാഹനത്തിൽ കാണാം, കിട്ടിയ സാധനങ്ങളൊക്കെ തന്നെ എടുത്തുകൊണ്ട് രക്ഷപ്പെടുന്നത് ആണ് അവർ. അങ്ങനെ പലായനം ചെയ്യേണ്ടി വരുന്ന ആളുകളെ പോലും തിരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്ന പതിവിലേക്ക് അല്ലെങ്കിൽ രീതിയിലേക്ക് പാകിസ്ഥാൻ കടക്കുകയാണ്. മറ്റൊരു ആക്രമണം ഉണ്ടായത് പൂഞ്ച് സെക്ടറിലാണ്. ഇപ്പോൾ ഈ ഷെല്ലിംഗ് വ്യാപകമായി നടക്കുന്ന, ഏറ്റവും രൂക്ഷമായി നടക്കുന്ന ഒരു പ്രദേശം എന്ന് പറയുന്നത് പൂഞ്ചാണ്. അത് ജമ്മു മേഖലയിൽ കിടക്കുന്ന പ്രദേശമാണ്. അവിടെ ഒരു ചെറിയ ടൗൺഷിപ്പാണ്. അവിടെ കെട്ടിടങ്ങൾ ആക്രമിക്കുന്നുണ്ട്, ജനവാസ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നുണ്ട്, ആരാധനാലയങ്ങൾ ആക്രമിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ മേഖലയും സർവ്വനാശം വിതയ്ക്കുന്ന നടപടിയിലേക്ക് പാകിസ്ഥാൻ പോകുന്നു. അതിന് ശക്തമായ തിരിച്ചടി അവിടെ ഇന്ത്യൻ സൈന്യം നൽകുകയും ചെയ്യുന്നുണ്ട്. കാരണം ഇന്നലെ ഉണ്ടായ ആക്രമണത്തിന് പിന്നാലെ സൈന്യം ഇപ്പോൾ ഒരു ഔദ്യോഗികമായ ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കുകയും ചെയ്തു. ആ വാർത്താക്കുറിപ്പിൽ പാകിസ്ഥാന്റെ നടപടികൾ എന്തായിരുന്നു എന്ന് സൈന്യം വിശദീകരിക്കുന്നുണ്ട്. അതിലാണ് ഈ അതിർത്തി പടിഞ്ഞാറൻ മേഖലയിൽ, ജമ്മു മുതൽ ഏതാണ്ട് ഗുജറാത്ത് വരെയുള്ള പടിഞ്ഞാറൻ മേഖലയിൽ ഡ്രോണുകളും മറ്റു യുദ്ധ സാമഗ്രികളും ഉപയോഗിച്ച് പാകിസ്ഥാൻ ആക്രമണത്തിന് പദ്ധതിയിട്ടു. അതെല്ലാം തന്നെ ചെറുത്തു തോൽപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. ഇതുകൂടാതെ നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ആക്രമണം ഉണ്ടായി. ഡ്രോണുകളടക്കം ഉപയോഗിച്ചായിരുന്നു ആക്രമണം നടത്തിയത്. അതിനെയും ശക്തമായ മറുപടി ഇന്ത്യ നൽകി. ഇന്ത്യയുടെ പരമാധികാരവും കാത്തുസൂക്ഷിക്കാൻ സേന പ്രതിജ്ഞാബദ്ധമാണ്. ഒരു അധർമ്മത്തെയും കൂട്ടുനിൽക്കില്ല, അതിനെ വിജയിക്കാൻ അനുവദിക്കില്ല എന്നുകൂടി ഈ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. ഒപ്പം ഒരു ഫുട്ടേജ് കൂടി പങ്കുവെക്കുന്നുണ്ട് സൈന്യം. അതിൽ ഒരു ആർമി പോസ്റ്റാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ആർമി പോസ്റ്റ് തകർക്കുന്ന ദൃശ്യം, സ്വാഭാവികമായും അവിടെ ഷെല്ലുകൾ ഉപയോഗിച്ച് പാകിസ്ഥാൻ ആക്രമണം നടത്തുമ്പോൾ അതിൻ്റെ ഒരു മറുപടി ആയിരിക്കാം ഇന്ത്യ നൽകിയത്. അത് ദൃശ്യങ്ങൾ കാണുമ്പോൾ അതൊരു ആർമി പോസ്റ്റ് പോലെയാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ആർമി പോസ്റ്റ് ആയിരിക്കാം ഇന്ത്യ തകർത്തത്. ഏതായാലും ആ മേഖലയിലൊക്കെ തന്നെ വലിയ രീതിയിൽ ആക്രമണം നടക്കുന്നുണ്ട്. ഇപ്പോഴും ഷെല്ലാക്രമണം, ഒപ്പം തന്നെ വെടിനിർത്തൽ കരാർ ലംഘനവും നടക്കുന്നു എന്നാണ് അറിയുന്നത്. സാധാരണഗതിയിൽ ഇത് പുലർച്ചെയാണ് ഇത്തരത്തിൽ ആക്രമണം നടക്കുക. രാത്രി തുടങ്ങി പുലർച്ചെ ഇത് സാധാരണഗതിയിലൊക്കെ തന്നെ അവസാനിക്കാറുണ്ട്. പക്ഷേ ഇന്ന് നേരം വെളുത്തിട്ടും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് അവിടെ ഇത്തരത്തിൽ പ്രകോപനം നടക്കുന്നുണ്ട്. അത് പല സെക്ടറുകളിലും നടക്കുന്നു എന്നാണ് ഗൗരവമുള്ള കാര്യം. പ്രത്യേകിച്ച് പൂഞ്ചിലെ തന്നെ ദിഗ്വർ സെക്ടറിൽ ഇന്ന് പുലർച്ചെ ഷെല്ലുകൾ ഉപയോഗിച്ച് ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഉറി സെക്ടറിൽ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പല മേഖലകളിലും ആക്രമിക്കുന്നു പാക് സൈന്യം. അതിന് മറുപടി നൽകുകയും ചെയ്യുന്നു ഇന്ത്യൻ സേന. ഏതായാലും സർക്കാർ ഈ വിഷയങ്ങളൊക്കെ തന്നെ ഗൗരവമായി കാണുന്നുണ്ട്. ഇന്നലെ രാത്രിയെ തന്നെ ഈ കാര്യങ്ങളൊക്കെ തന്നെ, സ്ഥിതിഗതികളൊക്കെ തന്നെ സർക്കാർ നിരീക്ഷിച്ചു വന്നിരുന്നു. പ്രധാനമന്ത്രി ഓഫീസ് വിലയിരുത്തിയിരുന്നു. സേനാ മേധാവികൾ രാജ്നാഥ് സിംഗിനെ കാര്യങ്ങൾ അറിയിച്ചിരുന്നു. ഇന്ന് രാവിലെ ഏതായാലും നിർണായക യോഗം ചേരുന്നുണ്ട്. 10 മണിക്ക് വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും സൈനിക ഉദ്യോഗസ്ഥരുടെയും വാർത്താ സമ്മേളനമുണ്ട്. അതിലായിരിക്കും കുറച്ചുകൂടി കാര്യങ്ങൾ വിശദീകരിക്കുക. മുഴുവൻ കാര്യങ്ങളും വെളിപ്പെടുത്താറില്ല എങ്കിൽ പോലും ഏതൊക്കെ മേഖലകൾ, ഏതൊക്കെ സൈനിക താവളങ്ങൾ, തന്ത്രപ്രധാനമായ പ്രദേശങ്ങൾ പാകിസ്ഥാൻ ആക്രമിക്കാൻ ശ്രമിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഈ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കും. അതാണ് ഇന്നലെ രാത്രി ഇന്ത്യ നൽകിയ കനത്ത തിരിച്ചടി. അതിനുശേഷവും പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് പ്രകോപനം തുടരുക തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ആയി നമുക്ക് വ്യക്തമാക്കാനുള്ളത്. അതേസമയം കഴിഞ്ഞ ദിവസവും ഇന്ത്യ ഡാം തുറന്നുവിട്ട സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ അതിൻ്റെ തുടർച്ച ആയി. അതായത് വലിയ തോതിൽ ജലം സംഭരിക്കപ്പെട്ട ഡാമുകൾ അടക്കം തുറന്നുവിടുന്ന സാഹചര്യം കൂടി ആണ് ഉള്ളത്. ഇന്ത്യയുടെ നയതന്ത്ര യുദ്ധത്തിൻ്റെ ഭാഗമായി ആദ്യം സ്വീകരിച്ചത് സിന്ധു നദീജല കരാർ മരവിപ്പിച്ചു നിർത്തി എന്നുള്ളതായിരുന്നു. അത് മരവിപ്പിച്ചു നിർത്തുമ്പോൾ പാകിസ്ഥാനുമായി ജല